ലോകത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഇതൊക്കെ ചിന്തിക്കാത്ത ആളുകളാണ്. ഈ ആയത്തിൽ പറഞ്ഞ 3 ഗുണങ്ങൾ അള്ളാഹുവിന്റെ പ്രത്യേകതയായി ഇവിടെ എടുത്തു പറഞ്ഞത് എന്താണ്? യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു. മുദ്തറിന് ഉത്തരം കൊടുക്കുന്നു. മുദ്തർ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. പ്രയാസവും ബുദ്ധിമുട്ടും ഞെരുക്കവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്ന ഒരാൾക്കാണ് എന്ത് പറയാ? മുദ്തർ. അയാള് പ്രയാസപ്പെട്ടിട്ടാണ് വിളിക്കുകയാണ്, അല്ലാഹ്. ഇദാ ദഅാഹു, അള്ളാഹുവിനെ അവൻ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം കൊടുക്കുന്നവൻ ആരുണ്ട്? പ്രയാസപ്പെടുന്നവൻ വിളിച്ചാൽ ഉത്തരം കൊടുക്കാൻ അങ്ങനെ കഴിവുള്ളവൻ ആണോ? അത് മറ്റേ വിഷയത്തിലേക്ക് ബന്ധം. അവനാണോ ഉത്തമൻ? ഇവിടെ അല്ലാഹു തആല അതെന്നെ ആവർത്തിക്കുകയാണ്. അങ്ങനെ ഉത്തരം കൊടുക്കുന്നവൻ ആരാ ഉള്ളത്? ആരുമില്ല എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഇവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരണം കൊടുക്കുകയാണ്. യുനബ്ബിഹു തആല, അല്ലാഹു ഇവിടെ പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അന്നഹു ഹുവൽ മദ്ഉവ്വു ഇൻദ ശദാഇദി അൽ മർജുവ്വു ഇൻദ നവാസിലി. അല്ലാഹു മാത്രമാണ് പ്രയാസഘട്ടങ്ങളിൽ വിളിക്കപ്പെടാൻ അർഹതപ്പെട്ട ഏക ശക്തി. പ്രയാസവും ഞെരുക്കവും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ വിളിക്കപ്പെടാൻ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തി ആര് മാത്രാണ്? ആ ശക്തി അല്ലാഹ് മാത്രാണ്. അൽ മർജുവ്വു ഇൻദ നവാസിലി. കാലവിപത്തുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതീക്ഷ സമർപ്പിക്കാവുന്ന ഒരേ ഒരു അത്താണി, ഒരേ ഒരു പ്രതീക്ഷാ കേന്ദ്രം ആര് മാത്രാണ്? അല്ലാഹ് മാത്രാണ്. ഇത് അല്ലാഹു പറയുമ്പോ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര് സമൂഹത്തോട് പറയുന്നു, അല്ല, എവിടെ നിന്ന് വിളിച്ചാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഞങ്ങളുടെ ശൈഖാണ്. പച്ചയായി ഖുർആനിനെതിര് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, പച്ചയായി അള്ളാഹു പറഞ്ഞതിനെതിര് പറയാണ്. അതാണ് നമ്മുടെ നാട്ടിൽ മാലപ്പാട്ടുകളിലൊക്കെ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അതാണ്, വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ. മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്നാ പറയുന്നത്. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് പറഞ്ഞാൽ മൊഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേന്ന് ഒരാളാണ് വിളിക്കേണ്ട താമസം. പറയുന്നവന്റെ വായ കൂടുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യും? ഉത്തരം കൊടുക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലയാളത്തിൽ, നമ്മുടെ നാട്ടിലെ നാടുകളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഭക്ത്യാദരപൂർവം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന കൃതികളിലാണ് ഇതൊക്കെ ഉള്ളത്. ഇതൊക്കെ പാടാൻ വേണ്ടി മുസ്ലിയാക്കളെ വിളിക്കുന്നു, അവർക്ക് കാശ് കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതിലൊന്നുമല്ല നമ്മളെ വിഷമം. അവർക്ക് ഭക്ഷണം കൊടുക്കുകയോ കാശ് കൊടുക്കുകയൊക്കെ ചെയ്തോട്ടെ. പക്ഷേ അതിനേക്കാൾ ഉപരി മനുഷ്യന്റെ പരലോകമാണ് നഷ്ടപ്പെടുത്തുന്നത്. റഹ്മാനായ റബ്ബ് ചോദിക്കുക, അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅ. ഇത് അള്ളാന്റെ വെല്ലുവിളിയാണ്. പ്രയാസപ്പെടുന്നവന്റെ പ്രയാസത്തിന്റെ സമയത്ത് അവൻ വിളിച്ചാൽ ഉത്തരം കൊടുക്കുന്നവൻ ആരുണ്ട്? ഉപരി പറയാൻ വേറെ ഞങ്ങൾക്ക് ആളുണ്ട്. പരീക്ഷണം എന്ന് പറയുന്നത് ഒരുപാട് നിലക്ക് വരും. റബ്ബിനോട് ഒരുപാട് തേടിയിട്ട് ഉത്തരം കിട്ടാത്തവൻ ഒരിക്കൽ ആരുടെയെങ്കിലും പ്രേരണയാൽ റബ്ബല്ലാത്തവരോട് ഒരിക്കലാണ് തേടിയാൽ ഉത്തരാണ് കിട്ടും. കൊടുക്കുന്നത് അവരല്ല. ആരാ കൊടുക്കുന്നത്? അല്ലാഹ്. അവിടെ ഉത്തരം കൊടുക്കുന്നത് അല്ലാഹയാണ്. അതുപോലെ പരീക്ഷിക്കണം. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ആളുകളൊക്കെ പറയും, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ, ഞങ്ങൾക്ക് കാര്യമുണ്ടല്ലോ എന്നാണ്. ഞങ്ങൾക്ക് കാര്യമുണ്ട്. ഞങ്ങൾ അമ്പലത്തിലേക്ക് നേർച്ചയാക്കി ഹൈന്ദവർ വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ നടന്നൊരു ചരിത്രമുണ്ട്. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ മാതൃഭൂമിയിൽ ഒരു ബോക്സ് ന്യൂസിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വായിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഗുരുവായൂരിൽ മുസ്ലിം കുട്ടിക്ക് തുലാഭാരം എന്നായിരുന്നു ആ റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിലെ ഒരു ഹാജിയാര്, അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ്. മക്കളില്ലാതെ ഒരുപാട് കാലം അദ്ദേഹം പ്രാർത്ഥിച്ചു നടന്നു, കുട്ടികളെ കിട്ടിയില്ല. ഒരിക്കൽ അയാളുടെ അയൽവാസിയായ ഒരു അമുസ്ലിം വന്നിട്ട് ഇയാളോട് പറഞ്ഞു, ഹാജിയാരാപ്പിളെ, നിങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് നേർച്ച നേർന്നില്ലേ, ഗുരുവായൂരിലേക്കൊന്ന് നേർച്ച നേർന്നു നോക്കൂ. ഒരുപാട് സ്ഥലത്തേക്ക് നിങ്ങൾ ചെയ്തതല്ലേ, ആ കൂട്ടത്തിലൊന്ന് കൂട്ടി നോക്കൂ, കിട്ടുകയാണെങ്കിൽ ഒരു കുട്ടിയല്ലേ, നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം അതിൽ വീണു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മോനെ തന്നാൽ, ഗുരുവായൂരപ്പ എനിക്കൊരു മോനെ തന്നാൽ ഞാൻ ആ കുട്ടിയുടെ തുലാഭാരം നിങ്ങളുടെ നടയിൽ വന്ന് നടത്തും ഗുരുവായൂർ അമ്പലത്തിൽ. അയാൾ നേർച്ചയാക്കി. അയാളുടെ ഭാര്യ ഗർഭിണിയായി. ഇതാ പരീക്ഷണമാണ് ഞാൻ പറയുന്നത്. അയാളുടെ ഭാര്യ ഗർഭിണിയായി. അയാള് 10 തികഞ്ഞ ഭാര്യ പ്രസവിച്ചപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഗുരുവായൂരിൽ പോയി പിന്നെ തുലാഭാരം നടത്തി, പൂവമ്പഴം കൊണ്ട് തുലാഭാരം നടത്തി. അന്ന് മാതൃഭൂമിയിൽ ബോക്സ് ന്യൂസിൽ ആ വാർത്ത വന്നു.
ഗുരുവായൂരിൽ മുസ്ലിം കുട്ടിക്ക് തുലാഭാരം. എൻ്റെ പത്രക്കട്ടിങ്ങളുടെ ശേഖരത്തിൽ ഇന്നും അതുണ്ട്, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു കടുത്ത പരീക്ഷണമാണ്. ആരാ കുട്ടിനെ കൊടുത്തത്? ഗുരുവായൂരപ്പനാ? ഗുരുവായൂരപ്പന് കുട്ടിനെ കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. ഗുരുവായൂരപ്പൻ എന്ന് മാത്രമല്ല, ആർക്കും കൊടുക്കാൻ കഴിയൂല. പക്ഷേ അതൊരു പരീക്ഷണമാണ്. ഇയാളുടെ മനസ്സെങ്ങോട്ടാ പോകുന്നത് എന്നാണ് നോക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് ഒരുപാട് ചികിത്സകൾ നമ്മൾ ചെയ്തു. ഒരുത്തൻ നമ്മളോട് പറഞ്ഞു, ഒരു ഐക്കല്ല് തന്നിട്ട് ഇത് നിന്റെ കൈത്തണ്ടയിലൊന്ന് കെട്ടി നോക്കൂ എന്ന് പറഞ്ഞു. രോഗം ചിലപ്പോൾ അവിടെ നിൽക്കും. അപ്പൊ നമുക്ക് വിശ്വാസം ഉറച്ചു, ഇതന്നെ ശരി, ഇവനാണ്ട് പോകും. ഇത് ശൈത്താനാണ്, കൊണ്ടുപോകും. ഇതൊരു പരീക്ഷണമാണ്. ഏതു പരീക്ഷണത്തിലും നമ്മൾ തളരാൻ പാടില്ല. എത്രായിരം പ്രതിസന്ധികളിലായി റബ്ബിനോട് തേടി ഉത്തരം കിട്ടിയില്ലെങ്കിലും എൻ്റെ റബ്ബ് എനിക്ക് അതാകും ഖൈറ് എന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിക്കണം. എനിക്ക് പരലോകത്ത് അതാണ് ഉത്തമം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വിധിയിൽ തൃപ്തിപ്പെടണം. അതിലപ്പുറം മറ്റു വഴികൾ അന്വേഷിക്കാൻ പോയാൽ അവൻ പോയ വഴിയിലേക്ക് അങ്ങോട്ട് തിരിച്ചുവിടും. ഇത് നമ്മുടെ ജീവിതത്തിൽ പച്ചയായി കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാവരും പറയും, നിങ്ങളെന്ത് പറഞ്ഞിട്ടെന്താ, ഞങ്ങൾക്ക് കാര്യമുണ്ടല്ലോ എന്നാണ്. ഞങ്ങൾക്ക് കാര്യമുണ്ടല്ലോ എന്നാണ്. അതാണ് ഈ എടങ്ങേറും മുസീബത്തും ബാധിച്ചവരോടൊക്കെ ഇവർ പറയണത് എന്താണ്? നിങ്ങൾ വിളിച്ചോ, യാ ശൈഖന മടവൂർ എന്ന് വിളിച്ചോ എന്നാണ്. നിങ്ങൾക്കൊരു പിതാവിനെ പോലെ, നിങ്ങളുടെ ഒരു ജ്യേഷ്ഠനെ പോലെ മടവൂര് വന്ന് ഇറങ്ങി വന്ന് നിങ്ങളെ കൈ പിടിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്തും. ഇത് ഗൗരവമാണ്, വളരെ ഗുരുതരമായ കാര്യമാണ്. അത്ര കടുത്ത വിശ്വാസമാണ് ഇവർ വെച്ച് പുലർത്തുന്നത്.